നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഒരു വനിത തന്നെയാണ് ഖമറുന്നീസ കാടാമ്പുഴ എന്ന് പറയുന്ന വനിത. അവർ BJPയുടെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന സമിതി അംഗമാണ്. എന്തുകൊണ്ടാണ് അവരെ പറയുന്നത് ചോദിച്ചാൽ അവരുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തികച്ചും യാഥാസ്ഥിക കുടുംബമായിട്ടുള്ള ആ കുടുംബത്തിൽ നിന്ന് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരിക, മാത്രമല്ല അവരുടെ മക്കളെ നൃത്തം പഠിപ്പിക്കുക, ക്ഷേത്രകലയായിട്ടുള്ള നൃത്തം പഠിപ്പിക്കുക. അതിൽ തന്നെ ഹനീന ഫാത്തിമ എന്ന് പറയുന്ന വലിയ മകൾ ഗംഭീരമായിട്ട് നൃത്തം അഭ്യസിച്ചുകൊണ്ട് അത് കൃത്യമായിട്ടും വേദികളിൽ ആടുക എന്നുള്ളത്, ക്ഷേത്രാങ്കണത്തിലായിക്കോട്ടെ അതല്ലെങ്കിൽ വ്യത്യസ്ത സാംസ്കാരിക കലാവേദികളിലായിക്കോട്ടെ, ഇവിടങ്ങളിലൊക്കെ കൃത്യമായിട്ടും തൻ്റെതായിട്ടുള്ള ആ കഴിവ് കാണിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അവർ ഗുരുവായൂരിൽ നടത്തിയ അവരുടെ ഒരു അരങ്ങേറ്റം, ഒരുപാട് വേദികൾ ഇതിനകം തന്നെ ഹനീന ഫാത്തിമ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ അരങ്ങേറ്റം കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂരിൽ വെച്ച് നടന്നത്. ഒരുപാട് മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയിൽ നിന്നും ഇത്തരത്തിൽ നൃത്തത്തിലേക്ക് കടന്നു വരുന്ന ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു പെൺകുട്ടി, അതിൽ തന്നെ ഈ കുട്ടിയുടെ ഉമ്മയായിട്ടുള്ള നമ്മുടെ എല്ലാം സഹോദരിയായിട്ടുള്ള ഖമറുന്നീസ കാടാമ്പുഴ, അവർ BJPയിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു, സജീവമായി പ്രവർത്തിക്കുന്നു, അതും സംസ്ഥാന ഭാരവാഹിത്വത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഹനീന ഫാത്തിമയുടെ ഈ നൃത്തത്തിന് 7 അഴകല്ല 700 അഴക് തന്നെയാണുള്ളത്. കാരണം ഒരുപാട് പ്രതിബന്ധങ്ങൾ അതല്ലെങ്കിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പടവെട്ടിക്കൊണ്ട് തന്നെയാണ് ഈ ഖമറുന്നീസ കാടാമ്പുഴ എന്ന് പറയുന്ന ഈ ഉമ്മ തൻ്റെ മകളായിട്ടുള്ള ഹനീന ഫാത്തിമയുടെ ഈ ഒരു കഴിവ് കണ്ടെത്തിയതും അത് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതും എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് കൊടുക്കേണ്ട പരമാവധി പ്രോത്സാഹനം നമ്മൾ എല്ലാവരും കൊടുക്കേണ്ടതുണ്ട്. ആ കുട്ടിയുടെ നൃത്തം ഏതെങ്കിലും വേദികളിൽ ബുക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബന്ധപ്പെട്ടാൽ മതി. ഇതിൽ വാട്സപ്പ് മാത്രമേ കിട്ടുകയുള്ളൂ. നിങ്ങൾ മിനക്കെട്ട് ഞമ്മന്റെ സൗദി അറേബ്യയിലൊക്കെ ഇരിക്കുന്ന കുറെ മുക്കാലന്മാരുണ്ട് ഈ നമ്പറിൽ മിനക്കെട്ട് വിളിക്കുന്നവന്മാർ. എന്നാൽ പറയട്ടെ, അതിൽ വിളിച്ചാൽ കിട്ടില്ല, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഹനീന ഫാത്തിമയുടെ പ്രോഗ്രാം ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിലൂടെ മാത്രം ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും അതല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലായിക്കോട്ടെ കലാ സാംസ്കാരിക വേദികളിലായിക്കോട്ടെ അവിടെയൊക്കെ ഹനീന ഫാത്തിമയുടെ ആ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ആ ഒരു അവസരം ആ കുട്ടിക്കും അതിലൂടെ ജനങ്ങളിലേക്ക് ഈ കുട്ടിയുടെ കഴിവ് പ്രകടിപ്പിക്കാൻ തങ്ങളുടെ ക്ലബ്ബായാലും തങ്ങളുടെ സാംസ്കാരിക കേന്ദ്രങ്ങളായാലും ക്ഷേത്രാങ്കണങ്ങളായാലും അതിലൂടെ നാട്ടുകാർക്കും പറ്റുമെന്നുള്ളത് കൂട്ടിച്ചേർക്കുകയാണ്. എന്തായാലും ആ കുട്ടിയുടെ കഴിഞ്ഞ ദിവസത്തെ ഗുരുവായൂരിൽ നടന്ന ഗംഭീര പെർഫോമൻസ്, ആ കുട്ടിയുടെ കൂടെ മറ്റൊട്ടേറെ കുട്ടികൾ വേറെയുമുണ്ട്, എന്നിരുന്നാലും ഹനീന ഫാത്തിമയെ ഫോക്കസ് ചെയ്തുകൊണ്ടെടുത്ത ആ ഒരു വീഡിയോ മാന്യ പ്രേക്ഷകർക്ക് മുൻപിൽ വെക്കുകയാണ്. കാരണം മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയിൽ നിന്ന് വളർന്നു വരുന്ന ഈ കുട്ടിക്ക് മാക്സിമം പ്രോത്സാഹനം നൽകേണ്ടതുണ്ട്, മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കേണ്ടതുണ്ട്. കണ്ടു നോക്കാം നമ്മൾക്ക് ആ വീഡിയോ.
Shri
ജീവൻ